ഹായ് ഓൾ. സോ വെൽക്കം ടു അവർ ചാനൽ BK808. ഇന്നലെ ഒരു മാച്ചിൻ്റെ ഫോർകാസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. മാച്ച് പ്രൊഡിക്ഷൻ അത്ര ബെറ്റർ ആയി പോയില്ല. സോ എന്തായാലും ഇന്നത്തെ മാച്ച് നമുക്ക് നോക്കാം. ഇന്നത്തെ മാച്ച് ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഇന്ന് മാച്ച് നടക്കുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ മാച്ചിൻ്റെ ഫോക്കസ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. സോ നമ്മൾ വെനി നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റേഡിയമാണ്. അത്ര വലിയ ബൗണ്ടറി ഒന്നും അല്ല. അതുപോലെ തന്നെ ബാറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പം എന്തായാലും നല്ലൊരു സ്കോർ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ പേസേഴ്സിനെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേഡിയമാണ്. എന്നാൽ വലിയ വിക്കറ്റുകൾ പോകാനുള്ള സാധ്യതയും കുറവാണ്. ഈ ഈവനിങ് തന്നെ മാച്ച് നടക്കുന്നത് കൊണ്ട് നല്ലൊരു സ്കോർ തന്നെ നമുക്കതിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടുത്തെ ഹയസ്റ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ 233 for 3 ആണ്. എന്നാൽ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ 89 for 10 ആണ്. രണ്ടും GT തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ഇവിടെ നടന്നിട്ടുള്ള കളികളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഇവിടെ ഫസ്റ്റ് നടന്നിട്ടുള്ളത് കളി ഗുജറാത്തും പഞ്ചാബും ആയിരുന്നു. പഞ്ചാബും അവർ തമ്മിലുള്ള കളി നടന്നപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് ആണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. സ്വാഭാവികമായും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. 199 for 4 എടുത്തപ്പോഴത്തേക്ക് പഞ്ചാബ് 200 ചേസ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നു. 3 വിക്കറ്റ്സും ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് മാച്ച് നോക്കുകയാണെങ്കിൽ ഗുജറാത്തും ഡൽഹിയും തമ്മിലുള്ള മാച്ച് നോക്കുമ്പോഴത്തേക്ക് 89 for 10 ഇതാണ് അതിലെ ഏറ്റവും ചെറിയ സ്കോർ എന്ന് പറയുന്നത്. അത് ഡൽഹി ക്യാപിറ്റൽസ് 92 for 4 വിജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 28-4 നടന്ന ഗുജറാത്തും RCB തമ്മിലുള്ള മാച്ചാണ്. അതിലും ഗുജറാത്ത് നഷ്ടമാവുകയാണ് ചെയ്തത് മാച്ച്. അപ്പോൾ ഇവിടെ പൊതുവെ ഗുജറാത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ മൊത്തത്തിൽ താഴെയാണ് നിൽക്കുന്നത്. ഒരുപാട് കളികൾ ഇതിൽ തോറ്റു. അപ്പോൾ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം അതിൽ RCB ചേസ് ചെയ്ത് 206 for 1 എന്നുള്ള സ്കോറിൽ ചേസ് ചെയ്തെന്ന് ജയിച്ച മാച്ചാണ്. 9 വിക്കറ്റ്സിന് ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ലാസ്റ്റ് മാച്ച് ഗുജറാത്തും ചെന്നൈയും കൂടെ കളിച്ച മാച്ചിൽ ഗുജറാത്താണ് ജയിച്ചിട്ടുള്ളത്. 231 for 3 എന്നുള്ള സ്കോർ ചെയ്തപ്പോൾ എന്നാൽ ചെന്നൈക്ക് 196 for 8 എന്നുള്ള ലെവലിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ GT 35 റൺസിനാണ് ജയിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഒരു നമുക്ക് ബൗളിംഗ് സെക്ഷനിലോട്ട് നോക്കുകയാണ് എങ്കിൽ പേസേഴ്സിനാണ് കൂടുതലും വിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സിലാണ് വിക്കറ്റ് കുറച്ച് പോയിട്ടുള്ളത് എന്നാണ് പറയാൻ പറ്റുന്നത്. എന്നാൽ ചില കളികളിൽ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാലും പേസേഴ്സിന് ടോട്ടലായിട്ട് 24 വിക്കറ്റ്സ് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് 13 വിക്കറ്റ്സ് ആണ് കിട്ടിയത്. അത് ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 2 അതായത് 12 വിക്കറ്റ്സ് കിട്ടിയപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ 12 വിക്കറ്റ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ സ്പിന്നേഴ്സിന് സെയിം തന്നെയാണ് 6 വിക്കറ്റ്സും 7 വിക്കറ്റ്സും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം പൊതുവെ ഒരു കമ്പാരിറ്റീവ്ലി പേസേഴ്സിനെ അനുകൂലിക്കുന്ന ഒരു പിച്ചാണ്. പിന്നെ ക്വാളിറ്റി സ്പിന്നേഴ്സ് എന്തായാലും വിക്കറ്റ് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നൊരു ഇതും കൂടെയാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി KKR ഓൾറെഡി സ്ഥാനം ഉറപ്പിച്ചു. രാജസ്ഥാൻ റോയൽസ് ഏകദേശം സ്ഥാനം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ്. എന്നാൽ GT ഓൾറെഡി പുറത്തായിരിക്കുകയാണ്. കാരണം ഒന്നാമത് പിന്നെ നെറ്റ് റൺ റേറ്റ് തന്നെ മൈനസിലാണ്. പിന്നെ ഇപ്പോൾ ഉള്ള സ്ഥാനങ്ങളിൽ ഉള്ളതെന്ന് പറയുന്നത് ഒരു ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ SRHും RCBയും DCയും കൂടെയാണ്. അപ്പോൾ ഇത് 4th പ്ലേസിൽ ആര് വരും എന്നുള്ളൊരു ഇതിലാണെന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഒരു ക്രൂഷ്യലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ SRH നെക്സ്റ്റ് കളി ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഓട്ടോമാറ്റിക് 3rd സ്ഥാനത്തേക്ക് പോവുകയും ചെന്നൈ 4th സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ചെന്നൈയും RCBയും അവർ തമ്മിലുള്ളൊരു ടൈറ്റ് മത്സരമായി മാറും. എന്നാലും കൂടുതൽ ചാൻസും ഇപ്പം KKRും RRും എന്തായാലും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ കളി GTയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. കാരണം അവർക്ക് എന്തായാലും ജയിച്ചാലും തോറ്റാലും അവർ ഈ ഒരു പ്ലേ ഓഫിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. സോ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു കളിയായിരിക്കാം. കഴിഞ്ഞ കളി പോലെ നല്ലൊരു കളി കാഴ്ചവെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് സുനിൽ നരൈൻ ആൻഡ് ഫ്ലിപ്പ് സോൾട്ട് ആണ്. പിന്നെ വരുന്നത് ശ്രേയസ് അയ്യർ ആണ്, രഘുവംശി, റിങ്കു സിംഗ്, റുസൽ, റംദീപ് സിംഗ്, വെങ്കടേഷ് അയ്യർ, സ്റ്റാർച്ച്, വരുൺ ചക്രവർത്തി, പിന്നെ നിതീഷ് റാണ ഇവരൊക്കെയാണ്. പിന്നെ ഇമ്പാക്ട് പ്ലേയേഴ്സിലുള്ളത് മനീഷ് പാണ്ഡെ, ഗർബസ് ഇതുവരെ കളിച്ചിട്ടില്ല, സുയാൻ ശർമ്മ, V. Arora, N. റാണ,
എ റോയ്, സി സക്രിയ. ഇതിൽ ഇമ്പാക്ട് പ്ലേയേഴ്സിൽ വരാൻ ചാൻസസ് വളരെ കുറവാണ്. ബി അറോറ ചിലപ്പോൾ ഇടയ്ക്ക് ബൗളിങ്ങിന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ ഒരു ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ സുനിൽ നരൈൻ ഇപ്പം ഒരു ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ സുനിൽ നരൈൻ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ബാറ്റിംഗ് ആണ് എങ്കിൽ വളരെ ചാൻസ് കുറവായിരിക്കും. ഫസ്റ്റ് ബാറ്റിങ്ങിലാണെങ്കിൽ എന്തായാലും സുനിൽ നരൈനെ ക്യാപ്റ്റനാക്കി മുമ്പോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ഇപ്പം തന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു സാധാരണ കോൺടെസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഒരു 50% ആൾക്കാരും സുനിൽ നരൈനെയാണ് ക്യാപ്റ്റനായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ ഗുജറാത്ത് ടൈറ്റൻസിലെ സായി സുദർശനെയും എല്ലാവരും ക്യാപ്റ്റനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഓപ്പണിംഗ് ഇറങ്ങുക ഗിൽ ആൻഡ് സായി സുദർശൻ ആയിരിക്കും. സോ ഗിൽ ആൻഡ് സായി സുദർശൻ ഇപ്പോൾ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ഗുജറാത്ത് ടൈറ്റൻസിന് കിട്ടുന്നതെങ്കിൽ നോർമലി ഗില്ലും സായി സുദർശനും നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും. അങ്ങനെയാണെങ്കിൽ തേർഡ് പൊസിഷനിൽ ഇറങ്ങുക ഡേവിഡ് മില്ലർ ആയിരിക്കും. കഴിഞ്ഞ കളി അറിയാം, രണ്ടുപേരും ഒരുപോലെയാണ് ബാറ്റ് ചെയ്തതും ഒരേ സ്കോർ തന്നെയാണ് സ്കോർ ചെയ്തതും. 103, 104 ഒരേ ലെവലിൽ തന്നെയാണ് പോയതും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തവണ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നോർമലി ഡേവിഡ് മില്ലർ ആയിരിക്കും ഇറങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പൊസിഷൻ ഷാറൂഖ് ഖാൻ ഇറങ്ങി, അതിനുശേഷം ഡേവിഡ് മില്ലർ, പിന്നെ മാത്യു വെയ്ഡ്. സോ ഇതിവിടെ ബാറ്റ്സ്മാന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊരു ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിൽ അതുപോലെ തന്നെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ ആയിരുന്നാലും ഉമേഷ് യാദവ് ഒരു 2 വിക്കറ്റ്സ് എങ്ങനെയായാലും ഇത്തവണ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് മോഹിത് ശർമ്മയും ഒരു ട്രംപ് കാർഡ് പ്ലെയർ തന്നെ ആയിരിക്കും. സന്ദീപ് വാര്യർ നോർമലി പിന്നെ പവർ പ്ലേയിൽ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പവർ പ്ലേയിൽ ഒരു 2 ഓവറെങ്കിലും സന്ദീപ് വാര്യർ എന്തായാലും എറിയും. സോ അതൊരു നൂർ അഹമ്മദിന് 1 വിക്കറ്റ് ജസ്റ്റ് കിട്ടാൻ ഒരു സാധ്യതയുണ്ട് അത്ര. സോ ബെസ്റ്റ് പിക്ക് എന്ന് പറയുമ്പോൾ നരൈൻ, പി സോൾട്ട്, ശ്രേയസ് അയ്യർ, വെങ്കടേഷ് അയ്യർ, എച്ച് റാണ ബെസ്റ്റ് പിക്ക് ആയിരിക്കും. പിന്നെ സെക്കൻഡ്, അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് KKR ചെയ്യുന്നതെങ്കിൽ സ്റ്റാർച്ച് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. അതുപോലെ തന്നെയാണ് പിന്നെ നരൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് ഓൾറൗണ്ടർ ആണ്. ബട്ട് ഓൺ ദ ഫസ്റ്റ് ബാറ്റിംഗിലാണെങ്കിൽ നരൈനെ നമുക്ക് ക്യാപ്റ്റൻസി ഇട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ GTയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗിൽ ആൻഡ് സായി സുദർശൻ വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. മില്ലർ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു ബാറ്റിംഗ് തന്നെ മില്ലറിൽ നിന്നും ഈ ഒരു ഗ്രൗണ്ടിൽ പ്രതീക്ഷിക്കാം. റാഷിദ് ഖാൻ സെക്കൻഡ് ബൗളിംഗിലാണെങ്കിൽ ബാറ്റിംഗിലായിട്ട് റാഷിദ് ഖാൻ വലിയ സ്കോർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയും വിക്കറ്റ് പോകും എന്നൊരു പ്രതീക്ഷ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനെ കുറിച്ചില്ല, അതുകൊണ്ടാണ്. പിന്നെ ഉമേഷ് യാദവ്, മോഹിത് ശർമ്മ ബെറ്റർ ബോളിംഗ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നരൈൻ ഫസ്റ്റ് ബാറ്റിംഗ് KKR ആണ് ചെയ്യുന്നതെങ്കിൽ നരൈൻ വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. ചില മാച്ചുകളിൽ നമുക്ക് വെങ്കടേഷ് അയ്യറിനെയും വൈസ് ക്യാപ്റ്റനാക്കി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ GTക്കാണ് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുന്നതെങ്കിൽ ഗിൽ ആൻഡ് സായി സുദർശൻ നോർമലി വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ആണ്. പിന്നെ മില്ലറെ നമുക്ക് വേണമെങ്കിൽ വൈസ് ക്യാപ്റ്റനായിട്ട് മാച്ചിൽ 1-2 മാച്ചിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡിഫറൻഷ്യൽ പിക്ക് എന്ന് പറയുമ്പോൾ റിങ്കു സിംഗ് ഒരു ഡിഫറൻഷ്യൽ പിക്ക് ആയിരിക്കും. കാരണം വളരെ എന്താ പറയുക, സെലക്ഷൻ കുറവാണ്, അതുകൊണ്ട് വളരെ ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ വി അറോറ, ഡേവിഡ് മില്ലർ, ഉമേഷ് യാദവ് ഇവരൊക്കെ ആയിരിക്കും എന്തൊക്കെ വന്നാലും ഒരു ഡിഫറൻഷ്യൽ പിക്ക് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, ഇന്നത്തെ മാച്ച് ബെസ്റ്റ് മാച്ച് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ടീമിടുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. സോ സ്റ്റേ ട്യൂൺ വിത്ത് us. താങ്ക് യു.